പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, എന്തെങ്കിലും ഒരു ആങ്സൈറ്റിയോ ഡിപ്രഷനോ കൺഫ്യൂഷനോ സ്ട്രഗിൾസോ ട്രോമയോ എന്തെങ്കിലും നിങ്ങൾ അണ്ടർഗോ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഞാനറിയാം അതൊക്കെ ഉണ്ടാക്കുന്ന ഇമോഷണൽ പെയിന് നമുക്ക് ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ സംസാരത്തെ അഫക്റ്റ് ചെയ്യും, അല്ലേ? എന്താണ് കർത്താവിനോട് ഇപ്പം പറയേണ്ടതെന്ന് പോലും നമ്മുടെ മനസ്സിൽ തോന്നും. ഒരു ലൈസൻസ്ഡ് ട്രോമ തെറാപ്പിസ്റ്റ് ഉണ്ട്. താനൊരു ക്രിസ്ത്യൻ കൗൺസിലറും. തൻ്റെ പേര് കോപ്പ് ക്യാമ്പൽ എന്നാണ്. താൻ പല കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. താൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഏത് കാര്യങ്ങൾ വന്നാലും വി ഷുഡ് ഡ്രോ ക്ലോസർ ടു ഗോഡ്, വി ഷുഡ് ഡ്രോ നിയർ ടു ഗോഡ്. ആ വഴിയിൽ നമുക്ക് എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 91:15, Psalm 91:15. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എത്ര ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമെന്ന് വന്നാലും അതിന് നാം കർത്താവിനോട് പറഞ്ഞാൽ അവൻ റെസ്പോണ്ട് ചെയ്യുന്നവനാണ്. പ്രൈസ് ഗോഡ്. കാരണം നാം ഓരോരുത്തരും എൻഡ്യൂർ ചെയ്യുന്ന ഹാർട്ട് ബ്രേക്ക് അവനും ഒരിക്കൽ എൻഡ്യൂർ ചെയ്തിട്ടുള്ളതാണ്. നീ ക്യാരി ചെയ്യുന്ന സാഡ്നെസ് ഉണ്ടല്ലോ, ഓരോ ദിവസവും നിൻ്റെ ഹൃദയത്തിൽ വന്ന് വീഴുന്ന ദുഃഖങ്ങളുണ്ടല്ലോ, അത് കർത്താവിന് മനസ്സിലാകും. ചിലപ്പോൾ നീ ആംഗ്രി ആയിരിക്കാം, ചിലപ്പോൾ നീ അനോയ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ നീ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം. ഞാൻ 3 റെസ്പോൺസ് വളരെ കോമൺ ആയിട്ടുള്ളതാണ് പറഞ്ഞത്. ഒന്ന് ആംഗ്രി ആകും, ചിലപ്പോൾ അനോയ്ഡ് ആകും, ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകും. നമുക്ക് തന്നെ തോന്നും, ദൈവം നമ്മോട് അനോയ്ഡ് ആണോ? Many of them think that God is annoyed, that they just aren't over their pain yet. ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ കരുതുന്നവനാണ്. നമ്മുടെ ചിന്താകുലം അവൻ്റെ മേലെ ഇട്ടുകൊള്ളുവാൻ അവൻ പറയുന്നതാണ്. ആ ട്രൂത്ത് എന്തുകൊണ്ടാണ് മിസ് ചെയ്തു പോകുന്നത്? പ്രൈസ് ഗോഡ്. അതുപോലെ സുവിശേഷം നമുക്ക് തരുന്ന ഗുഡ് ന്യൂസ് എന്തുവാ? കാരണം എന്ത് പെയിൻ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ ഹാർഡ്ഷിപ്സ് കുറയ്ക്കത്തക്കവണ്ണം ദൈവം നമ്മുടെ പെയിനിനെ ഡിസ്മിസ് ചെയ്യും. അത് മറന്നു പോകരുതേ. അതുകൊണ്ട് അനോയ്ഡായിട്ടും ആംഗ്രി ആയിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുമുള്ള ആൾക്കാരെ കാണുമ്പോൾ മനസ്സിലാക്കണം, അത് ഒരു നാച്ചുറൽ റെസ്പോൺസാണ്. എന്തുകൊണ്ടാണ്? തന്നെത്താൻ മറ്റുള്ളവരിൽ നിന്ന് അങ്ങ് ഐസൊലേറ്റ് ചെയ്ത് അല്പം ഏകാന്തത ഇഷ്ടപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ. ദൈവമക്കളെ, അതുപോലെ നാം ദൈവത്തോടാകരുത്. ദൈവത്തിന് നമ്മോടിപ്പം കോപമുണ്ടോ എന്ന് നിൻ്റെ മനസ്സിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ക്ലോസ് ആവത്തില്ല ദൈവത്തോട്. നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലത്തില്ല. യു വോണ്ട് ഈവൻ ക്രൈ ഔട്ട് ടു ഹിം. ശരിയല്ലേ ഞാൻ പറയുന്നത്? വി ഡോണ്ട് ക്രൈ ഔട്ട് ടു ഗോഡ് ബിക്കോസ് വി തിങ്ക് ഹി വോണ്ട് കം. എന്നാലത് ശരിയല്ല. നാം അങ്ങ് മറന്നു പോവുക ദൈവസന്നിധിയിലൊന്ന് കരയാൻ, അല്ലേ? നമ്മുടെ പ്രത്യാശ അപ്പോൾ നഷ്ടപ്പെട്ടു പോവല്ലേ? നാം ദൈവത്തെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണം. കാരണം ഗോഡ് ഈസ് ലിസണിങ് ഓൺ ദ അതർ എൻഡ്. ദൈവത്തിന് ഏത് സംഗതിയുടെയും ആരംഭവും അറിയാം, അവസാനവും അറിയാം. ദൈവം ശ്രദ്ധിക്കുന്നത് ആ അവസാനത്തെ എൻഡാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസന്നിധിയിലൊന്ന് കരഞ്ഞാൽ ഞാൻ പറയട്ടെ, നിൻ്റെ മെൻ്റൽ ബേർഡൻ മാറും, നിൻ്റെ ഇമോഷണൽ ബേർഡൻ മാറും, അങ്ങനെ നിൻ്റെ സ്പിരിച്വൽ ബേർഡനും മാറും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഈ ബേർഡൻസ് എല്ലാം വളരെ നിശബ്ദമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരും. ദൈവം നമ്മോട് ഏത് വേദനയുടെ മധ്യത്തിലാണെങ്കിലും നമ്മൾ അവനോട് കരയാനാണ് അവൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ തീർച്ചയായിട്ടും നമ്മളെ കേൾക്കും. നമ്മൾ ക്യാരി ചെയ്യുന്ന പെയിൻ അവന് മനസ്സിലാകും. നമ്മൾ കരയുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് എക്സ്പോസ് ചെയ്യുക.
And at the same time, we attune our ears to the real-time divine presence and comfort that God is offering us in the darkest days of our lives. എത്ര ഇരുണ്ട് പിടിച്ച ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെങ്കിലും അവിടെ ദൈവം തൻ്റെ സാന്നിധ്യം തരും. ദ ഡിവൈൻ പ്രസൻസ്, ആ ദിവ്യ സാന്നിധ്യം നമുക്ക് തരും. തന്നെയുമല്ല, അതോടൊപ്പം നമുക്ക് കംഫർട്ടും തരും. അപ്പോൾ ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, ട്രോമ അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിച്ചു വരുന്നവർ മനസ്സിലാക്കണം, ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കണം, അവനോട് നാം കരയണം. അല്ലാതെ അതൊരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണെന്ന് ഒരിക്കലും തോന്നരുത്. നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിൻ്റെ, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിൻ്റെ ആ വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റാ പലപ്പോഴും നമുക്ക് ഡിവൈൻ കംഫർട്ട് തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചപേക്ഷിക്കുന്നത് ഹാർഡാക്കി മാറ്റുന്നത്. ആ വെയിറ്റ് ഇല്ലെന്ന് തന്നെ വിശ്വസിക്കുക ദൈവപൈതലേ. എന്ത് പറയണമെന്നറിയാൻ മേലാതെ നമ്മുടെ സഫറിങ്ങിൻ്റെ ആ എക്സ്പീരിയൻസിലേക്ക് ദൈവത്തെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റാതെ നാം ആയിപ്പോവും. നമുക്കറിയാമല്ലോ, നമ്മുടെ ദൈവം ഗോഡ് ഈസ് ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്. നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഹല്ലേലൂയ അവന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണ്ട. നീ ഒന്ന് വിളിച്ചാൽ മതി, അവൻ നിൻ്റെ അടുത്ത് എത്തും. പ്രൈസ് ഗോഡ്. അപ്പം സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ ഒരു കമ്പോണൻ്റാണ് ലാമെൻറ്റ്. വിലാപങ്ങളെന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ നമുക്കുണ്ടല്ലേ. അപ്പം നിലവിളിക്കുക, ലാമെൻറ്റ്, അതൊരു സ്പിരിച്വൽ പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിൽ നാം ദൈവത്തെ നമ്മുടെ സഫറിങ്ങിലേക്ക് നാം ഇൻവൈറ്റ് ചെയ്യുക. നമ്മുടെ പെയിനിൻ്റെ മധ്യത്തിൽ നാം അവനോട് കരഞ്ഞ് വിളിച്ചു പറയുക, ഹല്ലേലൂയ. നമ്മൾ ഈ വാക്കുകൾ സാധാരണ കേട്ടിട്ടുള്ള ലേ ഇറ്റ് ഓൾ അറ്റ് ദ ഓൾട്ടർ, അതായത് എല്ലാം ആ പാദപീഠത്തെങ്കിൽ അങ്ങ് സമർപ്പിക്കുക, ആ യാഗപീഠത്തെങ്കിൽ അങ്ങ് സമർപ്പിക്കുക. ഇത് നമുക്ക് അറിയാം. പക്ഷേ ഫ്യൂ ഓഫ് us ഹാവ് ബീൻ ടോട്ട് ഹൗ ടു ഡു ദാറ്റ്. പക്ഷെ നമുക്ക് അറിയത്തില്ലെന്നേ. നമുക്ക് ഈ കാര്യം അറിയാം, പക്ഷേ എങ്ങനെ യാഗപീഠത്തെങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ വെക്കണമെന്നുള്ളത് ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ മറന്നു പോവല്ലേ. എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. നമുക്കറിയാം, നമ്മുടെ ഡേ ബൈ ഡേ നാം നമ്മുടെ ഒരു പ്രാക്ടീസ് അങ്ങ് തുടങ്ങും അല്ലേ. എന്നിട്ട് ആ ദിവസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ നമ്മുടെ അന്നത്തെ പ്രാക്ടീസും നമ്മുടെ അന്നത്തെ അറിവും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്ന് അങ്ങ് കൊടുക്കും. പക്ഷേ ഓർത്തോണം, നീ ഹാർഡ് സീസണിൽ തന്നെ ദൈവം നിൻ്റെ വേദന കാണുന്നുണ്ട്. നിന്നെ അവൻ വന്ന് മീറ്റ് ചെയ്യും. പല ശോധനകളും പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന നാം ഒന്നുകൂടി അവനോട് അടുക്കുവാനും ഒന്നുകൂടെ നാം ശുദ്ധീകരണം പ്രാപിക്കാനും ഒക്കെയാണ്. നാം സേവിക്കുന്ന ദൈവം സ്നേഹനിധിയായ ദൈവമാണ്. അവനോട് അടുക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, ഹീ ഈസ് ഓൾറെഡി ദെയർ ടു ഹെൽപ്പ് us. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 18-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, സാം 18:6. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ഈ കോൺഫിഡൻസ് എത്ര പേർക്കുണ്ട്? തിരുമുമ്പിൽ നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവപൈതലേ, അത് അവൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. അതുപോലെ വേറൊരു വാക്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലാമെൻറ്റേഷൻസ്, അതായത് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 55-ാമത്തെ വാക്യം. ലാമെൻറ്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 55 ഇങ്ങനെ പറയുന്നു, എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര ആശ്വാസമാണ് അല്ലേ. അതുകൊണ്ട് ഇന്നു മുതൽ നിൻ്റെ ഭാരമേറിയ വിഷയത്തിൻ്റെ മധ്യത്തിൽ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, അവനോട് നിലവിളിക്കുക, അവൻ്റെ സന്നിധിയിൽ താഴുക, അവൻ്റെ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തുക. തീർച്ചയായിട്ടും അവൻ്റെ സന്നിധാനം നമുക്ക് സമാധാനം തരുന്ന സന്നിധാനമാണ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ കർത്താവെ ഇരുപ്പാനും വിലപിപ്പാനും
നിലവിളിപ്പാനും ഉത്തരം വരലെന്ന കർത്താവിൽ നിന്ന് ഉത്തരം പ്രാപിച്ച് ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതിനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.